വിവാഹ തട്ടിപ്പ് കേസിൽ കസ്റ്റഡിയിൽ വാങ്ങിയ രേഷ്മയുമായി പോലീസിന്റെ തെളിവെടുപ്പ്. നേരത്തെ തട്ടിപ്പ് നടത്തിയ കോട്ടയം, തൊടുപുഴ എന്നിവിടങ്ങളിൽ എത്തിച്ചാണ് തെളിവെടുപ്പ്. ആര്യനാട് സ്റ്റേഷൻ പരിധിയിലെ തെളിവെടുപ്പ് പൂർത്തിയാക്കിയ ശേഷമാണ് തെളിവെടുപ്പിനായി കോട്ടയത്തേക്ക് കൊണ്ടുപോയത്. 3 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിട്ടു നൽകിയ രേഷ്മയെ തിങ്കളാഴ്ച വൈകിട്ട് നെടുമങ്ങാട് കോടതിയിൽ ഹാജരാക്കും. തട്ടിപ്പ് നടത്തിയ വീടുകളിലെല്ലാം എത്തിച്ച് തെളിവെടുപ്പ് നടത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് രേഷ്മയുമായി പോലീസ് തിരിച്ചത്. കോട്ടയം, തൊടുപുഴ എന്നിവിടങ്ങളിലെ വിവാഹ തട്ടിപ്പ് നടത്തിയ സ്ഥലങ്ങളിലെത്തിച്ച് രേഷ്മയുമായി പോലീസ് തെളിവുകൾ ശേഖരിക്കും. ഇന്ന് പുലർച്ചെയോടെയാണ് ആര്യനാട് പോലീസ് രേഷ്മയുമായി കോട്ടയത്തേക്ക് തിരിച്ചത്. കോട്ടയത്തെ തെളിവെടുപ്പ് പൂർത്തിയാക്കിയ ശേഷം തൊടുപുഴയിലേക്കും എത്തും. ആര്യനാട് സ്റ്റേഷൻ പരിധിയിലെ തെളിവെടുപ്പുകൾ നേരത്തെ പൂർത്തിയാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് കസ്റ്റഡിയിൽ വാങ്ങിയ രേഷ്മയുമായി പോലീസ് കോട്ടയത്തേക്ക് പുറപ്പെട്ടത്. കഴിഞ്ഞ ദിവസമാണ് രേഷ്മയെ നെടുമങ്ങാട് കോടതി കസ്റ്റഡി അനുവദിച്ചത്. തെളിവെടുപ്പുകളും ചോദ്യം ചെയ്യലുകളുമായി 3 ദിവസത്തെ കസ്റ്റഡി പൂർത്തിയാക്കിയ ശേഷം 14-ാം തീയതി നെടുമങ്ങാട് കോടതിയിൽ ഹാജരാക്കും. 10 പേരെ വിവാഹം കഴിച്ച് പറ്റിച്ച ശേഷം തിരുവനന്തപുരം സ്വദേശിയായ യുവാവിനെ പറ്റിക്കാൻ ഒരുങ്ങുന്നതിനിടയിലാണ് രേഷ്മ പിടിയിലായത്. നവവരന്റെ സുഹൃത്തിന്റെ ഭാര്യയ്ക്ക് തോന്നിയ സംശയമാണ് കേസിൽ നിർണായക വഴിത്തിരിവായത്. ജനം, തിരുവനന്തപുരം.